ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA ഫോർത്ത് സെമ്മിൻ്റെ മെയിൻ പേപ്പറായ സൊസൈറ്റി ഇൻ ഇന്ത്യ എന്നതിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അതുപോലെ ഇതിൻ്റെ പെയ്ഡ് നോട്ട്സ് ഉണ്ട്. നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെന്നാണെങ്കിൽ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു. പെയ്ഡ് നോട്ട്സാണ്, പെയ്ഡ് അസൈൻമെൻറ്റ്സും ഉണ്ട്. അപ്പോൾ നോട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഡീറ്റെയിൽസ് തരാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. നാലാമത്തെ സെമ്മാണ്. അതിൽ നിങ്ങൾക്ക് മലയാളം ഉണ്ട് കേട്ടോ. മലയാളം പിന്നെ ക്ലാസ് എടുക്കാതിരിക്കാം. മലയാളം ക്വസ്റ്റ്യൻസ് രൂപത്തിൽ നോട്ടുണ്ട് കേട്ടോ. അത് പറയാം. ഒരു സെമ്മിലെ മാത്രമല്ല, പല സെമ്മിലെ പല സബ്ജക്റ്റുകളുടെ നോട്ടുകളുണ്ട് കേട്ടോ. പ്രത്യേകം ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അപ്പോൾ നോക്കാം, നമുക്ക് ഇതിൽ രണ്ടാമത്തെ ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റ്. ഇപ്പോൾ രണ്ടാമത്തെ ബ്ലോക്ക് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, സാമൂഹിക സ്ഥാപനങ്ങളാണ്. അതിൽ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത് ഫാമിലി, മാരേജ് ആൻഡ് കിൻഷിപ്പ്, സ്ട്രക്ചറൽ ചേഞ്ചസ് ആൻഡ് റീജിയണൽ വേരിയേഷൻസ്. അതായത് കുടുംബം, പിന്നെ വിവാഹം, ബന്ധുത്വം, അതിൻ്റെ ഘടനാപരമായ മാറ്റങ്ങളും പ്രാദേശികമായ വ്യതിയാനങ്ങളും അല്ലെങ്കിൽ വ്യത്യാസങ്ങളുമാണ് ഇതിൽ വരുന്നത് കേട്ടോ. നമ്മൾ ഈ കിൻഷിപ്പ്, മാരേജ്, ഫാമിലിയൊക്കെ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഒന്നുകൂടി ഒന്ന് വായിക്കുക, അതിൻ്റെ കൂടെ അതിൻ്റെ മാറ്റങ്ങൾ കൂടി മനസ്സിലാക്കുകയും ചെയ്യുക കേട്ടോ. അതിൽ നമുക്ക് വരുന്നത് ഫസ്റ്റ് എന്താണ്, ഒരു സാമൂഹിക സ്ഥാപനം എന്ന നിലയിൽ കുടുംബത്തിൻ്റെ പ്രധാന ധർമ്മങ്ങളാണ് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഒന്നാമത്തെ എന്താണ് ധർമ്മങ്ങളിൽ? ഒന്ന്, അംഗങ്ങളുടെ സംരക്ഷണമാണ്. കുട്ടികളുടെ വളർച്ചയും ക്ഷേമവും, അതാണ് അംഗങ്ങളുടെ, അതായത് കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ടോ അതിനെ ആരൊക്കെ സംരക്ഷിക്കാൻ യോഗ്യതപ്പെട്ടുള്ളവരെന്ന് വെച്ചാൽ അവരുടെ കീഴിലുള്ള സംരക്ഷണം. രണ്ടാമത്തത് ആത്മീയതയും മൂല്യബോധവും വളർത്തലാണ്. കുട്ടികൾക്കിടയിൽ ആത്മീയതയും മൂല്യബോധവും വളർത്തലാണ്. മൂന്നാമത്തത് സാമൂഹിക ആചാരാനുഷ്ഠാനങ്ങൾ കൈമാറലാണ്, തലമുറകളിലേക്ക് കൈമാറലാണ്. നാലാമത്തത് സ്നേഹവും ആത്മബന്ധവും ഉറപ്പിക്കലാണ്. അംഗങ്ങൾക്കിടയിൽ സ്നേഹബന്ധവും സഹനഭാവവും ഒക്കെ അത് പഠിപ്പിക്കുകയും ചെയ്യുക, അതിടയിൽ ഉറപ്പിക്കുകയും ചെയ്യുക. പിന്നെ അഞ്ചാമത്തത് സാമ്പത്തിക പിന്തുണ. കുടുംബത്തിലെ അംഗങ്ങൾക്കിടയിൽ ഒരു സാമ്പത്തിക പിന്തുണ പരസ്പരം ഉണ്ടായിരിക്കുകയാണ്. ഏഴാമത്തത് ജനസംഖ്യാ പുനരുൽപ്പാദനം, അതായത് ജനസംഖ്യ വർദ്ധിപ്പിക്കുക, ഉൽപ്പാദനം, പുനരുൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുക. അത്രയാണ് അതിൻ്റെ ധർമ്മങ്ങളായിട്ട് വരുന്നത്. ഇനി കുടുംബത്തെ നിർവചിക്കണം നമ്മൾ. പിന്നെ വിവിധതരം കുടുംബങ്ങൾ ഏതൊക്കെയാണല്ലോ. കുടുംബം എന്ന് പറയുന്നത് എന്താണ്? രക്തബന്ധം, വിവാഹബന്ധം, ദത്തെടുക്കൽ എന്നിവ വഴി തമ്മിൽ ബന്ധപ്പെട്ട് കൂടിയിട്ടുള്ള അംഗങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു പ്രാഥമിക സാമൂഹിക സ്ഥാപനമാണ് കുടുംബം. അതിന് CH പേജും മാക്കൈവറും കൊടുത്തിട്ടുള്ള നിർവചനം മക്കളുടെ ജനനം, വളർച്ച, സംരക്ഷണം എന്നിവയ്ക്ക് വേണ്ടി പുരുഷനും സ്ത്രീയും തമ്മിലുള്ള സ്ഥിരമായ ലൈംഗിക ബന്ധത്തിലൂടെ രൂപപ്പെടുന്ന സാമൂഹിക സ്ഥാപനമാണ് കുടുംബം എന്നാണ്. ഇനി അതിൻ്റെ വിവിധ തരങ്ങളുണ്ട് കുടുംബത്തിൻ്റെ. ഒന്നാമത്തത് ഘടനയെ അടിസ്ഥാനമാക്കിയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഘടനയെ അടിസ്ഥാനമാക്കിയിട്ടാണ് കുടുംബം, കൂട്ടുകുടുംബം എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അറിയാലോ, കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ തലമുറയിലുള്ള ആളുകൾ ഒന്നിച്ച് ഒരു കുടുംബത്തിൽ ജീവിക്കുന്നതാണ് കൂട്ടുകുടുംബം. എന്നാൽ അച്ഛനും അമ്മയും അവരുടെ വിവാഹിതരാകാത്ത മക്കളും അടങ്ങുന്നതാണ് അണുകുടുംബം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് വാസസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, താമസ സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ. പാട്രി ലോക്കൽ കുടുംബം, മാട്രി ലോക്കൽ കുടുംബം എന്ന് പറയും. പാട്രി ലോക്കൽ എന്ന് പറഞ്ഞാൽ വിവാഹശേഷം ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്ന രീതിയാണ്. മാട്രി ലോക്കൽ എന്ന് പറയുമ്പോൾ വിവാഹശേഷം ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ താമസിക്കുന്ന രീതിയാണ്. ഇനി ഒരു രീതിയും കൂടിയുണ്ട് ഇതിൽ, നിയോ ലോക്കൽ, അതായത് ഭാര്യയും ഭർത്താവും ഇത് രണ്ടും അല്ലാത്തൊരു പുതിയ വീട് വെച്ച് അവിടെ താമസിക്കുന്ന രീതിയാണ് ഇത് നിയോ ലോക്കൽ കുടുംബം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത് വംശാവലിയുടെ അടിസ്ഥാനത്തിലാണ്. വംശാവലിയുടെ അടിസ്ഥാനത്തിൽ പിതൃദായ കുടുംബം, മാതൃദായ കുടുംബം, അതായത് പിതാവിൻ്റെ വംശപരമ്പരയിലൂടെ അങ്ങനെ ജീവിച്ചു പോകുന്നത്. മാതൃദായ കുടുംബം എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ വംശപരമ്പരയിലൂടെ നിലനിന്ന് പോകുന്നതാണ് മാതൃദായ കുടുംബം. പിന്നെ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുരുഷാധിപത്യ കുടുംബം, അതുപോലെ മാതൃാധിപത്യ കുടുംബം. പേരിൽ നിന്ന് മനസ്സിലാക്കാവുന്ന. അപ്പം ഇങ്ങനെ 4 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഓരോന്നിലും വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. ഒന്നാമത്തത് ഘടനയെ അടിസ്ഥാനമാക്കി അണുകുടുംബം, കൂട്ടുകുടുംബം. പിന്നെ വാസസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് 3 ഉള്ളത്. ഏതാണ്? പാട്രി ലോക്കൽ, മാട്രി ലോക്കൽ, നിയോ ലോക്കൽ. പിന്നെ ഇതിനെയാണ് വംശാവലിയുടെ അടിസ്ഥാനത്തിൽ പിതൃദായ കുടുംബം, മാതൃദായ കുടുംബം. പിന്നെ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുരുഷാധിപത്യ കുടുംബം, മാതൃാധിപത്യം. അപ്പോൾ അവിടെ അധികാരം എന്ന് പറയുന്നത് ആർക്കാണ് അധികാരം എന്നുള്ളതാണ്. ചിലപ്പോൾ സ്ത്രീകൾക്ക് മേധാവിത്വം ഉണ്ടെങ്കിൽ അത് മാതൃദായ കുടുംബമാണ്. പുരുഷനാണ് കുടുംബത്തിൽ മേധാവിത്വമെങ്കിൽ അത് പിതൃദായ കുടുംബമാണ് കേട്ടോ. ഇനി സമകാലിക സമൂഹത്തിൽ കൂട്ടുകുടുംബ വ്യവസ്ഥ തകരാനും ഉണ്ടായ കാരണം, അതിൻ്റെ ധർമ്മമൊക്കെയാണ് പിന്നെ നമ്മളോടും ചോദിക്കുക. ഈ കൂട്ടുകുടുംബം എന്ന് പറയുന്നത് എന്താണ്? പല തലമുറകളിലുള്ള ആളുകൾ, രണ്ടോ അതിലധികമോ തലമുറകളിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് ഒരു കുടുംബത്തിൽ താമസിക്കുന്നതാണ് എന്ത്? കൂട്ടുകുടുംബം എന്ന് പറയുന്നത്. അതിൻ്റെ ധർമ്മങ്ങളൊന്ന് സാമൂഹിക സുരക്ഷയാണ്.
രണ്ടാമത്തത് സമ്പദ് വ്യവസ്ഥയിലെ സഹകരണമാണ്. എങ്ങനെ ആ കുടുംബത്തിലെ തന്നെ അംഗങ്ങൾ തമ്മിൽ സമ്പദ് വ്യവസ്ഥയിലൊന്ന് സഹകരിക്കുക. പിന്നെ മൂല്യങ്ങളും ശീലങ്ങളും കൈമാറലാണ്. ശുശ്രൂഷ ബാധ്യതകളുണ്ട്. അതായത് മുതിർന്നവർക്കും കുട്ടികൾക്കും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ശുശ്രൂഷ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ശാന്തിയും ഐക്യവുമാണ്. വ്യക്തികളെ വ്യക്തിഗത രീതിയിൽ നിന്ന് എങ്ങനെ മാറ്റുക, സാമൂഹിക ഉത്തരവാദിത്തങ്ങളിലേക്കൊന്ന് തിരിച്ചുവിടുക എന്നുള്ളതാണ്. ഇനി സമകാലീന സമൂഹത്തിൽ കൂട്ടുകുടുംബം ഇല്ല അല്ലേ, അപ്പം നിലവിൽ അത് കാണാറില്ല. അപ്പം അതിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്: ഒന്ന്, ആധുനികതയും നഗരവൽക്കരണവും. രണ്ടാമത്തത് വ്യക്തിഗതവും സ്വതന്ത്രബോധവുമായിട്ടുള്ള ജീവിതം. ആളുകൾക്ക് സ്വന്തം കാര്യം സിദ്ധാപാകുന്നൊരു രീതി വന്നത്. മൂന്നാമത്തത് സ്ത്രീ വിദ്യാഭ്യാസവും തൊഴിലും. സ്ത്രീകൾക്ക് കുടുംബത്തിൽ കുറച്ചുകൂടി സ്ഥാനമാനങ്ങൾ അതോടുകൂടി കിട്ടിത്തുടങ്ങി. നാലാമത്തത് വർദ്ധിച്ച സാമ്പത്തിക ചുമതലകൾ. കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുമ്പോൾ വരുമാനമുള്ളവർ ആകെ പ്രയാസപ്പെടുന്നൊരവസ്ഥ, ഇല്ലാത്തവർ അതുമായിട്ട് പറ്റിയിട്ട് ജീവിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതാണ് വർദ്ധിച്ച സാമ്പത്തിക ചുമതലകൾ. അഞ്ചാമത്തത് പാരമ്പര്യത്തിന്മേൽ ആധുനിക മാന്യതയുടെ സ്വാധീനം. അതായത് പാരമ്പര്യ കുടുംബത്തിലെ കടുപ്പങ്ങളും നിയന്ത്രണങ്ങളും പുതിയ ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയാതെ വരുന്നത്. അതാണ് പാരമ്പര്യത്തിന്മേൽ ആധുനിക മാന്യതയുടെ സ്വാധീനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി വ്യക്തികൾക്ക് അതുകൊണ്ട് ചില ഫലങ്ങളുണ്ടായിട്ടുണ്ട്. അതായത് തകർച്ചയുടെ ഫലങ്ങൾ ചോദിക്കും. അപ്പോൾ എന്താണ്? വ്യക്തികൾക്ക് സ്വാതന്ത്ര്യബോധം, സ്വകാര്യ സ്വഭാവ വളർച്ച എന്നിവ ഉണ്ടാകുന്നതിന് ഇത് ഇടവരുത്തിയിട്ടുണ്ട്. അതായത് കൂട്ടായ്മയിൽ നിന്ന് മാറിയിട്ട് വ്യക്തിത്വത്തെ വളർത്താനുള്ള ഒരു ടെൻഡൻസി ആളുകൾക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ അതേസമയം ഒരു ദൂഷ്യഫലം എന്താണ്? മുതിർന്നവരുടെ സംരക്ഷണക്കുറവും, കുട്ടികൾക്ക് മൂല്യബോധം കുറയുന്നു, അതുപോലെ ഒറ്റപ്പെട്ടു തീരുന്ന കുറേ ജീവിത രീതികളുണ്ടാകുന്നു, മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്നു. ഇതൊക്കെ എന്താണ്? അതിൻ്റെ ദൂഷ്യഫലങ്ങളാണ്. ഇതിൻ്റെ കൂട്ടുകുടുംബ വ്യവസ്ഥയെ തകർന്നതുകൊണ്ടുണ്ടായിട്ടുള്ള ദൂഷ്യഫലങ്ങളാണ്. ഇനി നമുക്ക് നോക്കാം. ഇനി നമ്മളോട് ചോദിക്കുന്ന ബന്ധുത്വത്തെക്കുറിച്ചാണ്. കിൻഷിപ്പ്, ബന്ധുത്വം ഇന്ത്യൻ സമൂഹത്തിൽ അതിൻ്റെ വിവിധ പ്രാദേശിക വ്യത്യാസങ്ങൾ നമ്മളോട് ചോദിക്കുക. അപ്പോൾ എന്താണ് ബന്ധുത്വം? ബന്ധുത്വം എന്നത് രക്തബന്ധം, വിവാഹബന്ധം, ദത്തെടുക്കൽ എന്നിവ വഴി വ്യക്തികൾ തമ്മിലുണ്ടാകുന്ന ഒരു സാമൂഹിക ബന്ധങ്ങളാണ്. അത് വ്യക്തികളെ ബന്ധിപ്പിക്കുകയും അവരുടെ നിലപാടുകളും അതുപോലെ തന്നെ ജനങ്ങളുടെ ഉത്തരവാദിത്വങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു? നിർണ്ണയിക്കുകയും ചെയ്യുന്ന ഒരു അടിസ്ഥാന സാമൂഹിക ഘടകം അല്ലെങ്കിൽ ഒരു അടിസ്ഥാന സാമൂഹിക സ്ഥാപനം തന്നെയാണ്. ബന്ധുത്വത്തിന് രണ്ട് പ്രധാന തരങ്ങളുണ്ട്. ഒന്ന് രക്തബന്ധം വഴിയുള്ളതാണ്, അത് ജനനം വഴി കിട്ടുന്നതാണ്. രണ്ടാമത്തതോ വിവാഹബന്ധം മൂലം ഉണ്ടാകുന്നതാണ്. ഇന്ത്യൻ സമൂഹത്തിലെ ബന്ധുത്വ വ്യവസ്ഥയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് പ്രാദേശിക വ്യത്യാസങ്ങൾ തന്നെയാണ്. അത് പ്രദേശങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ വടക്കേ ഇന്ത്യയിൽ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ പാട്രി ലിനിയൽ സമ്പ്രദായമാണുള്ളത്. അതായത് പിതാവിൻ്റെ കുടുംബരേഖ അല്ലെങ്കിൽ പിതാവിൻ്റെ കുടുംബ വംശാവലി അനുസരിച്ച് അത് പിന്തുടർന്ന് ജീവിക്കുന്ന രീതിയാണ്. വിവാഹശേഷം ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്നു. ശക്തമായ പുരുഷാധിപത്യ രീതിയാണ് അവിടെ ഉണ്ടായിരിക്കുക. ജാതിപരമായ ബന്ധുത്വം പ്രധാനമായിട്ട് ഹിന്ദു സമൂഹത്തിൽ അത്തരത്തിലുള്ള മേഖലകളിൽ കാണപ്പെടുന്നു. ഇനി രണ്ടാമത് തെക്കേ ഇന്ത്യയിൽ നോക്കിയാലോ, തെക്കേ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും പിതൃസ്വത്വമാണ് സാധാരണ കാണപ്പെടുന്നത്. അതേസമയം കേരളത്തിലെ നായർ വിഭാഗങ്ങൾക്കിടയിൽ അതുപോലെ ഈഴവ വിഭാഗങ്ങൾക്കിടയിലൊക്കെ എന്താണ് മാതൃദായ ക്രമവും കാണപ്പെടുന്നുണ്ട്. ഇനി മൂന്നാമത് വടക്കുകിഴക്കൻ മേഖലയിൽ നോക്കിയാൽ വടക്കുകിഴക്കൻ മേഖലയിൽ മാതൃദായ ക്രമമാണ് കുറേ ഗോത്രജനങ്ങൾക്കിടയിൽ കണ്ടുവരുന്നത്. അതായത് സ്ത്രീകളുടെ വംശാവലി പിന്തുടരുന്ന ഒരു രീതി. ഇനി ഇന്ത്യയുടെ പശ്ചിമ ഭാഗങ്ങളിൽ നോക്കിയാലോ, പശ്ചിമ ഭാഗങ്ങളിൽ പിതൃദായ രീതിയാണ് ഉള്ളതെങ്കിലും സുശക്തമായ കുടുംബ ബന്ധങ്ങളും ആചാരങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇനി ഗോത്രമേഖലകളിലോ, ഇന്ത്യയുടെ ഗോത്രമേഖലകളിൽ നോക്കിയാൽ സ്വതന്ത്രമായ ബന്ധുത്വ രീതികളാണ്. അതായത് ചില ഗോത്രങ്ങൾ പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു, അത് സ്ഥാപിക്കാൻ ദത്തെടുക്കലും ഗോത്രവിവാഹങ്ങളും മുഖ്യമായിട്ട് നടത്തുന്നു. അതായത് ഒരു ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ മിശ്ര രീതി നിലനിൽക്കുന്നുണ്ട്. അത് അവർക്ക് ഇഷ്ടമുള്ളൊരു രീതി തിരഞ്ഞെടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഇന്ത്യൻ സമൂഹത്തിലെ ബന്ധുത്വത്തിൻ്റെ രൂപങ്ങൾ മേഖല പ്രകാരം വ്യത്യസ്തമായിട്ടുള്ളത് തന്നെയാണ് ഇന്ത്യൻ ബന്ധുത്വത്തിൻ്റെ പ്രധാന പ്രത്യേകത കേട്ടോ. ഇനി ബന്ധുത്വ സംവിധാനങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിലും അതിൻ്റെ കാഴ്ചപ്പാടുകൾ ചർച്ച ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന നരവംശാസ്ത്രപരമായ സമീപനത്തെക്കുറിച്ചാണ്. അതിലൊന്നാണെന്ത്? മാനവ ബന്ധങ്ങളുടെ സാമൂഹിക ഘടനയും സ്വഭാവം പഠിക്കലും. രണ്ടാമത്തത് ഭിന്ന സംസ്കാരങ്ങളിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഭിന്ന സംസ്കാരങ്ങളിലുള്ള ബന്ധുത്വ സംവിധാനങ്ങളിലെ വ്യത്യാസങ്ങളും സാമ്യതകളും തിരിച്ചറിയാൻ കഴിയും. മൂന്നാമത്തത് ബന്ധുത്വം വ്യക്തിയുടെ സ്ഥാനം, ഉത്തരവാദിത്തം, അവകാശം എന്നിവ എങ്ങനെ നിർണ്ണയിക്കുന്നു എന്നത് പഠിക്കാൻ കഴിയും. ഇനി നരവംശാസ്ത്ര സമീപനത്തിലെ പ്രധാന കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്? ഒന്ന് സാംസ്കാരിക സമീപനം. ബന്ധുത്വം ഓരോ സംസ്കാരത്തിൻ്റെയും നിബന്ധനകളിൽ ആധാരപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. രണ്ടാമത്തത് തത്വചിന്തനപരമായ സമീപനം. മൂന്നാമത്തത് ഫങ്ഷണലിസ്റ്റ് അല്ലെങ്കിൽ ഘടനാപരമായ സമീപനം.
നാലാമത്തത് ഫീൽഡ് വർക്ക് കേന്ദ്രീകൃത സമീപനം. അപ്പോൾ നരവംശാസ്ത്രപരമായ സമീപനം ബന്ധുത്വ വ്യവസ്ഥയുടെ ആഴത്തിലുള്ള തത്വപരവും സാഹിത്യപരവുമായ ക്രമബദ്ധമായ പഠനത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട്. ഇനി വിവാഹത്തിൻ്റെ വിവിധ രൂപങ്ങളാണ്. വിവാഹം അതും നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ സാമൂഹികമായി അംഗീകരിക്കപ്പെട്ട ബന്ധമാണെന്ത് വിവാഹം എന്ന് പറയുന്നത്. അതിലൂടെ ഒരു കുടുംബം രൂപപ്പെടുന്നു, ബന്ധുത്വം വിപുലീകരിക്കുന്നു, സാമൂഹിക ചുമതലകൾ സ്ഥിരമാക്കപ്പെടുന്നു. വിവാഹത്തിൻ്റെ വിവിധ രൂപങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് മോണോഗമിയാണ്, ഏകപത്നിത്വം, ഒരാൾക്ക് ഒരേ സമയം ഒരു ഭാര്യ മാത്രം ഉണ്ടാകുന്ന അവസ്ഥ. രണ്ടാമത്തത് പോളിഗമിയാണ്, ബഹുപത്നിത്വം, ഒരാൾക്ക് ഒരേ സമയം രണ്ടോ അതിൽ കൂടുതലോ ഭാര്യമാരുണ്ടാകുന്ന അവസ്ഥയാണ് പോളിഗമി. ഇതിന് രണ്ട് രൂപങ്ങളുണ്ട്. ഏതാണ്? പോളിഗൈനിയും പോളിയാൻഡ്രിയും അല്ലേ. എന്ന് പറഞ്ഞാൽ ബഹുപത്നിത്വം ഉണ്ട്, ബഹുപതിത്വവും ഉണ്ട്. അതായത് ഒരാൾക്ക് ഒരേ സമയം ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാരുള്ള അവസ്ഥയുണ്ട്, ഒരാൾക്ക് ഒരേ സമയം ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ള അവസ്ഥയുണ്ട്. അത് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുള്ളതാണെന്ത് പോളിഗൈനി, ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാരുള്ളതാണെന്ത് പോളിയാൻഡ്രി എന്ന് പറയുന്നത് കേട്ടോ. മൂന്നാമത്തത് ഗ്രൂപ്പ് വിവാഹമാണ്. പല പുരുഷന്മാരും പല സ്ത്രീകളും തമ്മിൽ ഒരേ കാലത്ത് വിവാഹബന്ധത്തിൽ പ്രവേശിക്കുന്നതാണെന്ത് ഗ്രൂപ്പ് വിവാഹം എന്ന് പറയുന്നത്. പൗരാണിക സമൂഹങ്ങളിലാണത് നിലനിൽക്കുന്നത്. പിന്നെ ലെവീറേറ്റ് വിവാഹമാണ്. ഭർത്താവ് മരിച്ചാൽ ഭാര്യ ഭർത്താവിൻ്റെ സഹോദരനെ വിവാഹം കഴിക്കുന്നതാണെന്ത് ലെവീറേറ്റ് വിവാഹം. പിന്നെ സോറോറേറ്റ്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. സോറോറേറ്റ് വിവാഹം, ഭാര്യ മരിച്ചാൽ ഭർത്താവ് ഭാര്യയുടെ സഹോദരിയെ വിവാഹം കഴിക്കുന്നത്. പിന്നെ ക്രോസ് കസിൻ വിവാഹമാണ്, അമ്മയുടെ സഹോദരൻ്റെ മകളെ അല്ലെങ്കിൽ അച്ഛൻ്റെ സഹോദരിയുടെ മകന് തമ്മിലുള്ള വിവാഹം. ഇനി എൻഡോഗമി എക്സോഗമി ചോദിക്കും പ്രത്യേകം എടുത്തിട്ട്. അതിൽ എൻഡോഗമി എന്ന് പറയുന്നത് എന്താണ്? ഒരു സമുദായത്തിനുള്ളിൽ തന്നെയുള്ള, അതായത് ഒരേ ജാതിയിൽ നിന്നുള്ള ആളുകൾ തമ്മിലുള്ള വിവാഹത്തെയാണ് എൻഡോഗമി എന്ന് പറയുക. അതായത് ജാതി അടിസ്ഥാനത്തിലുള്ള ഒരു തരം വിവാഹബന്ധമാണ് ഏത് ഈ എൻഡോഗമി. പിന്നെ എക്സോഗമി എന്ന് പറഞ്ഞാലോ അത് സമുദായത്തിന് പുറത്തുള്ള അംഗങ്ങളെ, അതായത് ഒരേ ജാതിയിൽപ്പെട്ടതല്ലാത്ത മറ്റ് ജാതിയിലുള്ള ആളുകളെ മാത്രം വിവാഹം കഴിക്കുന്ന രീതിക്കാണ് എന്താ പറയുക എക്സോഗമി എന്ന് പറയുക. ഗോത്രവ്യവസ്ഥയിലുള്ള വിവാഹം ഈ എക്സോഗമിക്ക് ഉദാഹരണം. അത്രയാണ് നമ്മൾ ഈ ഒരു ബ്ലോക്കിൽ വരുന്നത്. ഇതിലൊരു ബ്ലോക്ക് കൂടിയുണ്ട്, അടുത്ത ക്ലാസ്സിൽ അതുമായിട്ട് വരാം. ഓക്കെ, താങ്ക്സ്.